നമസ്കാരം. വാർത്താ നെക്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആധുനിക കാലത്ത്, അതായത് ഈ നവമാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് മനുഷ്യൻ കൂടുതൽ വർഗീയനാവുകയാണ്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ വർഗീയത പുറത്തു വരികയാണ്. സമൂഹം കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പരാതിപ്പെടുന്നത്. നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാവാം ചിലപ്പോൾ അവരെ അത്തരത്തിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് മനുഷ്യർ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പച്ചയ്ക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് സംസാരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. ഇതാവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ, കുറച്ചധികം ആളുകളെങ്കിലും അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് മലയാളത്തിൽ. അത് മറ്റൊന്നുമല്ല, നാസ്തിക ചിന്തയിലേക്ക്, അല്ലെങ്കിൽ നാസ്തിക ചിന്തകൾ, നാസ്തികവാദങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു. കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ഇതിന് കാരണമായ വലിയൊരു വിപ്ലവം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ ഒരു നവമാധ്യമ, അല്ലെങ്കിൽ നവകാല നാസ്തികതയുടെ, നാസ്തിക ചിന്തയുടെ അപ്പോസ്തലൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് രവിചന്ദ്രനൊന്നുമല്ല, അത് ജബ്ബാർ മാഷുമല്ല, സാക്ഷാൽ എം അക്ബർ ആണത്. എങ്ങനെയാണ് ഒരു ഇസ്ലാമിസ്റ്റായ എം അക്ബർ നവനാസ്തികതയുടെ, അല്ലെങ്കിൽ ഈ നവമാധ്യമ നാസ്തികതയുടെ ഒരു അപ്പോസ്തലനായി മാറിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. എം അക്ബറിന്റെ പ്രധാന തട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മതസംവാദങ്ങളായിരുന്നു. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതുവരെ നാം കണ്ടിരുന്ന മതസംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത്. അതായത് മുൻപൊക്കെ ഈ മതസംവാദം എന്ന് പറയുന്നത് തന്നെ, അതിന്റെ പേര് തന്നെ മതസൗഹാർദ്ദ സദസ്സ് എന്നൊക്കെ ആയിരിക്കും. അത് എവിടെയെങ്കിലും ഒരു ഉറൂസ് നടക്കുന്നിടത്തോ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ, അല്ലെങ്കിൽ ഒരു പള്ളി ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്രിസ്ത്യൻ പള്ളികളുടെ ഉത്സവം, അത്തരത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടു വന്നിരുന്നത്. അതല്ലെങ്കിൽ ചില ഗാന്ധിയൻ കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, ഇവരൊക്കെയാണ് ഇതിന്റെ പ്രധാന സംഘാടകർ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു മുസ്ലിം പണ്ഡിതനെ, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ, മുസ്ലിം പണ്ഡിതനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. അതിലേക്കൊരു സമീപത്തെ പള്ളിയിൽ നിന്നുള്ള ഒരു പള്ളിയിൽ അച്ഛനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. ഒരു രാമായണ പാരായണവും ഒക്കെ നടക്കുന്ന ഒരു ഹൈന്ദവ പണ്ഡിതൻ എന്ന് കരുതപ്പെടുന്ന ഒരാളെയും വിളിച്ചു കൊണ്ടുവരുന്നു. ഇവർ അവിടെ പ്രസംഗിക്കും. ഇവരെന്താണ് പ്രസംഗിക്കുന്നത്? എല്ലാ മതവും ഒന്നാണ്, മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും നല്ല ടൂളാണ് മതം, അള്ളാഹുവും യേശുവും കർത്താവും മുഹമ്മദ് നബിയും ഭഗവത്ഗീതയും കൃഷ്ണനും രാമനും എല്ലാം പ്രചരിപ്പിച്ചത് സ്നേഹമാണ് എന്നൊക്കെയുള്ള ഒരു പരസ്പരം തലോടിക്കൊണ്ടുള്ള ഒരു സംവാദമായിരുന്നു ഇത്തരം ഒരു സംവാദങ്ങളുടെ ഒരു പൊതു സ്വഭാവം. എന്നാൽ എം അക്ബർ ഇതിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. തന്റെ മാനസ ഗുരുവായ, അല്ലെങ്കിൽ ഗുരുവായ സാക്ഷാൽ സക്കീർ നായിക്കിനെ അനുകരിപ്പിക്കും വിധം അദ്ദേഹം തന്റെ ഈ മത ചർച്ചകളിൽ, അല്ലെങ്കിൽ സംവാദങ്ങളിൽ അദ്ദേഹം എതിർ മതങ്ങളെ വളരെ ഓപ്പണായി തന്നെ ആക്രമിച്ചു. തന്റെ മതമാണ് മികച്ചത് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും അധികം ഇരയാക്കപ്പെട്ടത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാവാം എം അക്ബറിനെ ഹിന്ദുത്വത്തെ കൂടുതൽ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടാവുക. ഒരു സോഫ്റ്റ് ടാർഗറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം കൂടുതലായി ലക്ഷ്യമിട്ടത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. യേശുവിന്റെ ജനനം, യേശു ദൈവപ്രവാചകനാണോ, യേശു ആരാധ്യനാണോ, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ ട്രിനിറ്റി എന്ന് പറയുന്നത് കൊള്ളയാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിനെ, അല്ലെങ്കിൽ അതിന്റെ അടിത്തറയെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ. ഇതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച മതം എന്ന് പറയുന്നത് തന്റെ മതമാണ് എന്ന തരത്തിലും അദ്ദേഹം മുൻ ശൈലികളിൽ നിന്ന് വേറിട്ട രീതിയിൽ അദ്ദേഹം പ്രീച്ചിങ് ആരംഭിച്ചു. ഓൺലൈനിൽ കൂടിയാണ് ഇത് കൂടുതലായും ആളുകളിലേക്ക് എത്തുന്നത്. പിന്നീട് കൈവെട്ട് കേസിന്റെ ഒക്കെ പശ്ചാത്തലം കഴിയുന്നതോടുകൂടി ഇതര മതത്തിൽപ്പെട്ട ആളുകളും ഇതിന് മറുപടി പറയാനായി രംഗത്തേക്ക് വന്നു തുടങ്ങി. അതിൽ കൂടുതലായും ആക്രമിക്കപ്പെട്ടത് ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതലായും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അനിൽ കുടിത്തോട്ടം, അതുപോലെ സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലുള്ള ആളുകൾ കൃത്യമായി ഖുറാനെയും ഹദീസുകളെയും ഒക്കെ
പഠിച്ച് അതിനെ വിമർശിക്കുക, അക്കാഡമിക്കലായി വിമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതോടുകൂടി ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ തുടങ്ങി. അതായത് ഓരോ മതത്തിന്റെയും കുറവുകളും പ്രശ്നങ്ങളും പരസ്പരം ഇങ്ങനെ ഇവർ തുറന്നു കാണിച്ചുകൊണ്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ വർഗീയത പടർത്തുകയായിരുന്നില്ല ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ മറ്റൊരു വിഭാഗത്തിന് വളരെയധികം ഊർജം പകരുകയാണ് ഉണ്ടായത്. അതായത് ആളുകൾ കൂടുതലായി ഇന്റർനെറ്റ് സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, മതങ്ങളുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. കൂടുതൽ ആളുകൾ നിരീശ്വരവാദത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവമില്ല, മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് വരാൻ തുടങ്ങി. പിന്നീട് എക്സ് മുസ്ലിങ്ങളും അതുപോലെ മറ്റ് നാസ്തികതാ പ്രസ്ഥാനങ്ങളും, ജബ്ബാർ മാഷിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ രവിചന്ദ്രന്റെ കൂട്ടായ്മ, ഇവരെല്ലാം തന്നെ ഓൺലൈനിൽ കൂടുതൽ ഇവർക്ക് കേൾവിക്കാരും കാഴ്ചക്കാരും ഉണ്ടാവാൻ തുടങ്ങി. ഫലത്തിൽ ഇവരുടെ എല്ലാം അടിത്തറയുണ്ടാക്കിയെടുത്തത് എം എം അക്ബറാണ്. പരസ്പരം മാനിച്ചുകൊണ്ട് നൈസായി നിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതാക്കിയത് എം എം അക്ബറാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ നവകാല നാസ്തികത പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലൻ എം എം അക്ബർ മാത്രമാണ്. നന്ദി, നമസ്കാരം.